രണ്ടാഴ്ച കാലമായി കാലടി പാലത്തിൻ്റെ ഈ ബ്ലോക്ക് തുടങ്ങിയിട്ട്. ആ ആദ്യത്തെ മഴ പെയ്ത അന്ന് ഇവിടെ ടാറിളക്കി പോയതാ. 14 ദിവസമായിട്ട് പോലും പൊതുമരാമത്ത് വകുപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇവിടുത്തെ MLAയുടെ പേരിലോ MP യുടെ പേരിലോ ഇവിടെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ബ്ലോക്കിൽ പെട്ട് കിടന്നപ്പോൾ ആൾക്കാർ വഴി തടഞ്ഞ് ഇവിടെ ഇതൊന്ന് ശരിയാക്കി തന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ പുള്ളി ബന്ധപ്പെട്ടപ്പോൾ ഒരു ദിവസം വന്ന് ഇവിടെ JCBക്ക് ഒന്നും മാന്തി ഒരു ദിവസം ബ്ലോക്കില്ലാതിരുന്നു. ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് വേറെ ആവലാതി വേറെ ഒന്നുമല്ല. നാളെ സ്കൂൾ തുറക്കാണ്. ഇതിവിടെ 5-6 സ്കൂളിലെ കുട്ടികൾ ഈ പാലത്തേക്കിടെ തെക്കും വടക്കും പോയിക്കൊണ്ടിരിക്കുക. അവരെല്ലാവരും സമയത്തിന് സ്കൂളിൽ ചെല്ലണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ MLAയുടെയോ MP യുടെ ഭാഗത്തുനിന്നോ കഴിവുണ്ടാകണം. 14 ദിവസമായിട്ട് ഈ ബ്ലോക്കിൽ കിടന്ന് നരയിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ബസ് തൊഴിലാളികൾ, അതിലേറെ ആംബുലൻസുകൾ പോയിട്ട് എത്ര എണ്ണം ഇവിടുന്ന് മടങ്ങി LFലേക്ക് പോകേണ്ട ആംബുലൻസ് തിരിച്ച് രാജഗിരി പോയിട്ടുണ്ടെന്നുള്ള കഥ വരെ നിങ്ങൾക്കറിയില്ല. സർക്കാർ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ മന്ത്രിമാർ പോകുമ്പോൾ മാത്രം കറക്റ്റ് സമയത്ത് അവരവിടെ ചെല്ലും. അപ്പോൾ ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ കുട്ടികളെ തെരുവിലിറക്കണോ? ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഈ MLA ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഈ ഭാഗത്തൊരു കല്യാണത്തിന് ഇവിടെ MLA വന്നിട്ട് മാസങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബ്ലോക്കിനെ പേടിച്ച് ഇവരാരും വരില്ല, ജനപ്രതിനിധികൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പം ഞങ്ങളിനി ഇത് എന്താ ചെയ്യേണ്ടത്? ഈ കുട്ടികൾ നാളെ സ്കൂളിലെ സമയത്തിന് എത്തില്ല. 1000-2000 കുട്ടികളല്ല, ഈ 6 സ്കൂളിൽ കൂടിയിട്ട് ഏകദേശം കണക്കെടുത്ത് കഴിഞ്ഞാൽ 10,000-ലേറെ കുട്ടികൾ ഈ പാലത്തിൽ കൂടെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ ബസ്സിൻ്റെ എണ്ണവും സ്കൂൾ കുട്ടികളുടെ വണ്ടികളുടെ എണ്ണവും വെച്ച് കണക്കിലെടുത്ത് കഴിഞ്ഞാൽ നാളത്തെ ബ്ലോക്ക് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമായിരിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികൾ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണം, കനിവുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.